വെട്രിവേൽ മുരുകനുക്ക് ഹരോഹര. അങ്ങനെ ദളപതി വിജയ് മുതലമൈച്ചർ വിജയായി മാറിക്കഴിഞ്ഞു. പക്ഷെ നിങ്ങൾ മലയാളികൾ ഭയക്കണം. എന്താ കാര്യം? ഇത് നോക്കുക. Very soon, I think in due time, we will get the final decision by our High Command and we are waiting for that. 300-ൽ പരം രാഷ്ട്രീയ കൊലപാതകങ്ങൾ, അടപടലം അടി, മുഖ്യമന്ത്രിയായിട്ട് ജനം എടുത്ത് ചവറ്റുകുട്ടയിലെറിഞ്ഞ ശ്രീമതി മമതാ ബാനർജി റെസിഗ്നേഷൻ ചെയ്യാൻ, രാജിവെക്കാൻ തയ്യാറല്ലാതെ നിൽക്കുന്നു. എന്നിട്ട് പോലും എല്ലാ സങ്കീർണതകൾക്കൊടുവിലും ചടുപടലെ തീരുമാനങ്ങളെടുത്ത് മുഖ്യമന്ത്രിയായി BJP തൻ്റെ ആളെ സത്യപ്രതിജ്ഞ ചെയ്യിപ്പിച്ചു. എവിടെ? കേരളം വളരെ പുച്ഛിച്ചു കാണുന്ന ബംഗാളിൽ. ഭൂരിപക്ഷം, കേവല ഭൂരിപക്ഷം ഇല്ലാതിരുന്നിട്ടും ഓടി നടന്ന് ആളെ തികച്ച് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. എവിടെ? കേരളം പുച്ഛിച്ചു കാണുന്ന തമിഴ്നാട്ടിൽ. സമ്പൂർണ്ണ സാക്ഷരത 1. കോൺഗ്രസ് തരംഗം ആടിയടിച്ച സ്ഥലം. സർവോപരി നമ്പർ 1 കേരളം. ഇവിടെയോ? ഇവിടെ സമ്പൂർണ്ണ അടി. ഇലക്ഷൻ കഴിഞ്ഞ് ഒരാഴ്ച തികഞ്ഞിട്ടും ഇതുവരെ ഒരു മുഖ്യമന്ത്രിയെ പോലും തിരഞ്ഞെടുക്കാൻ കഴിയാത്ത ഒരു പാർട്ടിക്ക് വോട്ട് ചെയ്ത നിങ്ങളും വോട്ട് ചെയ്തവരും ആലോചിക്കേണ്ട സമയമായിരിക്കുന്നു. പാലം കടക്കുന്നത് വരെ നാരായണ എന്നും പാലം കടന്നതിന് ശേഷം കൂരായണ എന്നും പറയുന്ന കോൺഗ്രസ് നേതാക്കളെ ഞാൻ എല്ലാ കോൺഗ്രസ്സുകാരെയും അടച്ച് ആക്ഷേപിക്കുന്ന ഒരാളല്ല, അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുമില്ല. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട കോൺഗ്രസ് നേതാക്കളെ, ഭരണം തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഭരണവിരുദ്ധ വികാരം നിങ്ങൾക്ക് സാധിച്ചിരിക്കുന്നു. അതിൽ നിങ്ങൾ 200% വിജയിച്ചിരിക്കുന്നു. കൺഗ്രാറ്റുലേഷൻസ്. എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരോടുമല്ല, കോൺഗ്രസ് പ്രവർത്തകരോട് ഒട്ടുമല്ല, ചില നേതാക്കന്മാരോട് മാത്രം ഒരു ചോദ്യം, ഒരേ ഒരു ചോദ്യം. സർ, ലേശം ഉളുപ്പ് വയ്യെങ്കിൽ കളഞ്ഞിട്ട് പോണം. എന്തിനാ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത്?